ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി നെവർ നെവർ നെസ്റ്റ് എന്ന വൺ ആക്ട് പ്ലേ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് സെഡ്രിക് മൗത്ത് എന്ന റൈറ്ററാണ്. ദി നെവർ നെവർ നെസ്റ്റ് എന്ന ഈ ഒരു വൺ ആക്ട് പ്ലേ യുവദമ്പതിമാരായ ജാക്ക് ആൻഡ് ജില്ലിനെ കുറിച്ചുള്ളതാണ്. ഇവരുടെ ഒരു ഹാബിറ്റായിരുന്നു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസായി സാധനങ്ങൾ വാങ്ങുന്നത്. അതേപോലെ തന്നെ ബൈ നൗ പേ ലേറ്റർ എന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം അവർ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങുക, പണം പിന്നെ, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഇപ്പോൾ വാങ്ങുക, പണമില്ലെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റായി വാങ്ങിക്കൂട്ടുക, പണം പിന്നെ അടയ്ക്കുക എന്നൊരു മാർക്കറ്റിംഗ് സിസ്റ്റം അവർ പരമാവധി യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ആ ഒരു കഥയാണ്, അവരുടെ ആ ഒരു ജീവിത രീതി, ആർപ്പാട ജീവിത രീതിയെക്കുറിച്ചാണ് ഈ ഒരു നെവർ നെവർ നെസ്റ്റ് എന്ന വൺ ആക്ട് പ്ലേയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വൺ ആക്ട് പ്ലേ ആരംഭിക്കുന്നത് അവരുടെ അമ്മായി ആൺ ചെയിൻ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വീട് സന്ദർശിക്കാൻ വരുമ്പോഴാണ്. ഈ വൺ ആക്ട് പ്ലേയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് ജാക്ക്, ജിൽ, ആൺ ചെയിൻ. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ദി നെവർ നെവർ നെസ്റ്റ് റിട്ടൺ ബൈ സെഡ്രിക് മൗത്ത്. ഒരിക്കൽ യുവദമ്പതിമാരായ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വീട് സന്ദർശിക്കുവാനായി അവരുടെ ആൻറ്റ്, അമ്മായി ജെയിൻ അവരെ കാണുവാനെത്തുകയാണ്. ജാക്കിന് ശമ്പളം വളരെ കുറവായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ കണ്ട കാര്യങ്ങൾ ആൺ ജെയിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നല്ല ഫർണിച്ചർ, റേഡിയോ, പിയാനോ, കാർ, ഫ്രിഡ്ജ് മുതലായവ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ തുച്ഛമായ വരുമാനത്തിലൂടെ അതിരുകടന്ന ജീവിതശൈലി എങ്ങനെ നയിക്കുന്നുവെന്ന് ആൺ ചെയിൻ അത്ഭുതപ്പെടുന്നു. ഒരു വീടുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമാക്കി. ഇതെല്ലാം അവർ എങ്ങനെ മാനേജ് ചെയ്തു എന്നെല്ലാമാണ് ആൺ ചെയിൻ അത്ഭുതപ്പെടുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ ആൺ ചെയിന് ഒരു വലിയ സംശയം തോന്നുകയാണ് ചെയ്യുന്നത്. ജാക്കിൻ്റെയും ജില്ലിൻ്റെയും വിവാഹ സമ്മാനമായി ആൺ ചെയിൻ 200 പൗണ്ടിൻ്റെ ഒരു ചെക്കാണ് അവർക്ക് നൽകിയത്. പക്ഷേ ആ ചെക്കിൽ 200-ന് പകരം 2000 ആണോ എഴുതിയത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ജാക്കും ജില്ലും ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? ഇതെല്ലാം ആൺ ചെയിൻ സംശയിക്കുകയാണ്. ആൺ ചെയിൻ ജാക്ക് ആൻഡ് ജില്ലിനോട് ചോദിക്കുകയാണ്, അവർ താമസിക്കുന്ന വീടിന് വലിയ വാടക കൊടുക്കേണ്ടി വരില്ലേ എന്ന്. അപ്പോൾ ജാക്ക് പറയുകയാണ്, വാടക കൊടുക്കേണ്ട, വീട് അവരുടേതാണ് എന്ന്, വീടും അവർ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിയതാണ് എന്ന്. ആൺ ചെയിനെ മനസ്സിലായി വീട്ടിൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും തന്നെ അവരുടെ സ്വന്തമല്ല എന്ന്, അതെല്ലാം ഇൻസ്റ്റാൾമെൻറ്റായി വാങ്ങിയതാണ്. അവരുടെ കാറിൻ്റെ ഒരു ടയർ വേറെയായിരുന്നു. ആൺ ചെയിനെ അപ്പോൾ മനസ്സിലായി ആകെ 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ സ്വന്തമായി, ബാക്കിയുള്ളതെല്ലാം ഇൻസ്റ്റാൾമെൻ്റാണ്. സോഫയുടെ ഒരു കാൽ മാത്രമാണ് അവരുടേത്. ബാക്കി അവരുടേതാകണമെങ്കിൽ അവർ ആ ഇൻസ്റ്റാൾമെൻറ്റ് മുഴുവൻ അടച്ചു തീർക്കണം. എന്നാലേ ഈ കാണുന്നതെല്ലാം അവരുടെ സ്വന്തമായി തീരുകയുള്ളൂ. ജാക്ക് ആൻഡ് ജില്ലിന് ആഴ്ചയിൽ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ആകെ തുക 7 പൗണ്ടിൽ കൂടുതലാണ്. ജാക്കിന് കിട്ടുന്ന ശമ്പളം ആഴ്ചയിൽ 6 പൗണ്ട് മാത്രമായിരുന്നു. ജില്ലിന് വരുമാനമുള്ള ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൺ ചെയിൻ അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റുകൾ കൊടുക്കുന്നത് എന്ന്. ജാക്ക് അവരോട് പറഞ്ഞു, അവർ പണം കടമെടുക്കുമെന്ന്. ഒരു കടം അടച്ചു തീർക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് നിന്നും വീണ്ടും കടമെടുക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ, അവരുടെ ആ ഒരു ജീവിത രീതി കണ്ടപ്പോൾ ആൺ ചെയിന് അത്ഭുതം തോന്നി. ആൺ ചെയിൻ വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് 10 പൗണ്ടിൻ്റെ ഒരു ചെക്ക്, 10 പൗണ്ടിൻ്റെ ഒരു ചെക്ക് അവർക്ക് കൊടുത്തു. എന്നിട്ട് ആൺ ചെയിൻ അവരോട് പറഞ്ഞു, വീട്ടിലെ ഏതെങ്കിലും ഒന്ന് അവരുടെ സ്വന്തമാക്കാൻ. എന്നിട്ട് ആൺ ചെയിൻ അവിടെ നിന്ന് ഇറങ്ങി. ബസ് കയറ്റാനായി ജാക്കും ആൺ ചെയിനിൻ്റെ കൂടെ പോയി. ജിൽ ആൺ ചെയിൻ തന്ന 10 പൗണ്ടിൻ്റെ ചെക്ക് ഡോക്ടർ മാർട്ടിനെ അയച്ചു കൊടുക്കുന്നു. കാരണം ഡോക്ടർ മാർട്ടിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് തീർത്താലേ കുഞ്ഞ് അവരുടെ സ്വന്തമാവുകയുള്ളൂ. ജാക്ക് തിരിച്ചു വന്നിട്ട് ജില്ലിനോട് ചെക്കിനെ പറ്റി ചോദിച്ചു. ആ ചെക്ക് കൊണ്ട് ജാക്കിന് കാറിൻ്റെ 2 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണമായിരുന്നു. ജിൽ ജാക്കിനോട് പറഞ്ഞു,
താൻ ആ ചെക്ക് ഡോക്ടർ മാർട്ടിനെ അയച്ചു കൊടുത്തു എന്ന്. ഡോക്ടർ മാർട്ടിനെ ആ ചെക്ക് അയച്ചു കൊടുത്തതിലൂടെ കുഞ്ഞിനെയെങ്കിലും അവരുടെ സ്വന്തമാക്കാലോ എന്ന് ജിൽ ജാക്കിനോട് പറയുന്നു. അങ്ങനെ ദി നെവർ നെവർ നെസ്റ്റ് എന്ന വൺ ആക്ട് പ്ലേ ഇവിടെ അവസാനിക്കുന്നു.